ഹലോ, കമ്പ്യൂട്ടർ സയൻസ് IT ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും വലിയൊരു അവസരം ഒരുക്കുകയാണ് കേരള PSC. ഇന്നലെ കൂടിയ കേരള PSCയുടെ കമ്മീഷൻ യോഗത്തിൽ 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പ്രോഗ്രാമർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിലൊന്ന് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ, 2 മത്സ്യഫെഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. അപ്പോൾ ഇത് വലിയൊരു അവസരമായിട്ട് കാണും. സാലറി സ്കെയിലും ഉണ്ട്, ജോബ് പ്രൊഫൈലും ഉണ്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവിടെയൊക്കെ പ്രോഗ്രാമർ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കേരള PSC പുറപ്പെടുവിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാം എക്സാം കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് ലഭിച്ച് ഇപ്പോൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു പോസ്റ്റുകളെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കോച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ വിജയം നമുക്ക് നേടാൻ സാധിച്ചു. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള പ്രോഗ്രാമറിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് 101 പേരെയായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. 30 പേരോളം ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതേപോലെ നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് പ്രോഗ്രാമർ തസ്തികയുടെ ആദ്യ റാങ്കുകളും വലിയൊരു റാങ്ക് ലിസ്റ്റിൻ്റെ വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്നായിരുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ സയൻസിൽ ഏണസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് നമ്മളെല്ലാ കോഴ്സുകളും ITA, ഡിപ്ലോമ, BTech, MTech ക്വാളിഫിക്കേഷനുള്ള എല്ലാ കോഴ്സുകളും നമ്മളിവിടെ കേരള PSC നോട്ടിഫൈ ചെയ്ത എല്ലാ കോഴ്സുകളുടെയും കേരള PSC നോട്ടിഫൈ ചെയ്ത എല്ലാ എക്സാംസുകളുടെയും കോഴ്സ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇൻ ഇൻഫോർമേഷൻ ടെക്നോളജി തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് 10 പേരുള്ള മെയിൻ ലിസ്റ്റിൽ 7 ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതേപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റൻറ്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ 9 പേരുടെ മെയിൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് 5 റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. റീസെൻ്റ് ആയിട്ട് വന്ന ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അതിൽ ആദ്യ 21-ൽ 1, 2, 3 തുടങ്ങി 20 റാങ്കും നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ കോപ്പ അതിൽ ടോപ്പ് റാങ്കുകളും റാങ്ക് ലിസ്റ്റിന് നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് നിരന്തരമായിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു വിജയം നമുക്ക് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ സാധിക്കുന്നത് നല്ല ഒരു ഫാക്കൽറ്റി നമുക്കുണ്ട്. ആ ഫാക്കൽറ്റിയും നല്ല ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ നമ്മളോടൊപ്പം അവരുടെ സ്വപ്ന ജോലിക്കായിട്ട് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുന്നു. ഇവർക്ക് എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെയും മെൻറ്റേഴ്സിൻ്റെയും ഒരു കൂട്ടായിട്ടുള്ള ശ്രമമാണ്. നമുക്കറിയാം കഴിഞ്ഞൊരു 3 ഇയേഴ്സിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കമ്പ്യൂട്ടർ സയൻസ് IT ബ്രാഞ്ചുകളിൽ കുറേ എക്സാംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമുകൾക്കൊക്കെ ശേഷം വീണ്ടും ഒരു അവസരം ഒരുക്കുവാണ് കേരള PSC. ഈ കഴിഞ്ഞ എക്സാംസൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സാംസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഊഴമാണ്. ഉറപ്പായിട്ടും കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസിൽ നല്ല എഫേർട്ട് ഇട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലുള്ള വിജയങ്ങൾ ആവർത്തിക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ്, കൃത്യമായിട്ടുള്ള കണ്ടൻറ്റുകൾ, അതേപോലെ കൂടുതൽ എക്സാംസൊക്കെ എഴുതി നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യുക, നിങ്ങളുടെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2 തസ്തികകളിലേക്കും വേണ്ടിയുള്ള ഒരു ലോങ് ടൈം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ ICTയുടെ എക്സാം ഓൾറെഡി PSC അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി ഉദ്യോഗാർത്ഥികൾ ഏണസ്റ്റ് അക്കാഡമിയോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ കാണും. ഇനിയും റീസെൻ്റായിട്ട് പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികളുണ്ട്, നമ്മുടെ MCA കഴിഞ്ഞവരും BTech കഴിഞ്ഞവരും MTech കഴിഞ്ഞവരൊക്കെ. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന ഒരു നല്ല ഒരു ഗ്ലാമർ ജോബാണ്. എന്തായാലും ഈ ഒരു പോസ്റ്റിന് നിങ്ങൾക്ക് നമ്മളോടൊപ്പം തയ്യാറെടുക്കാവുന്നതാണ്. ഈ എക്സാമിന് എങ്ങനെ തയ്യാറെടുക്കണം, എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, PSCയുടെ റീസെൻറ്റ് എക്സാംസിൻ്റെയൊക്കെ ട്രെൻഡ് എന്താണ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും വെച്ചുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് ഒരു വെബിനാർ നടത്തുന്നുണ്ടാവും. ഈ എക്സാമിൻ്റെ ഗസറ്റ് നമുക്ക് ഈ മാസം ഒരു 28-ാം തീയതിക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് വരുന്നതായിരിക്കും. വൺസ് നിങ്ങളുടെ പ്രൊഫൈലിൽ മെസ്സേജ് ലഭിച്ചതിന് ശേഷം ഈ എക്സാം എങ്ങനെ തയ്യാറെടുക്കണമെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വെബിനാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഒപ്പം താമസിക്കാതെ ഉടനെ തന്നെ ഒരു വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ വെബിനാറിന് ജോയിൻ ചെയ്യാനായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ടും കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.